നമസ്കാരം. സഹകാരി റേസ് പ്ലസിൻ്റെ പുതിയൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ ഡിഫൻസിനെ പറ്റി പഠിച്ചായിരുന്നു അല്ലേ? 2023 മുഴുവൻ ഡിഫൻസ് ആയിട്ട് റിലേറ്റ് ചെയ്ത അല്ലെങ്കിൽ പ്രതിരോധ മേഖലയിൽ മുഴുവൻ കറണ്ട് അഫയേഴ്സ് പഠിച്ചിരുന്നു അല്ലേ? ഇന്ന് 2023 നടന്ന സൈനികാഭ്യാസങ്ങൾ, ഇന്ത്യൻ സൈനികാഭ്യാസങ്ങളെ പറ്റി നമുക്ക് പഠിക്കാം. ഓക്കെ, ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3 രാജ്യങ്ങൾ, അതായത് ഇന്ത്യ, ഫ്രാൻസ്, UAE എന്നീ 3 രാജ്യങ്ങളുടെ ത്രിരാഷ്ട്ര നാവികാഭ്യാസം നടക്കുന്നത് എവിടെയാണ്? അത് ഗൾഫ് ഓഫ് ഒമാനിലാണ്. അതിന് പ്രത്യേക ഒരു പേരായിട്ട് പറയുന്നില്ലാത്തത് കൊണ്ട് തന്നെ ഏതാണ് വെന്യൂ എന്നുള്ളത് മാത്രം ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഓക്കെ, UAE ആയിട്ട് അടുത്തുള്ള ഒമാൻ ഇല്ലേ, ഗൾഫ് ഓഫ് ഒമാനിൽ വെച്ചാണ് നമ്മുടെ ഇന്ത്യ, ഏതൊക്കെ രാജ്യങ്ങളാണ്? ഇന്ത്യ, ഫ്രാൻസ്, UAE എന്നീ രാജ്യങ്ങളുടെ ആദ്യത്തെ ത്രിരാഷ്ട്ര നാവികാഭ്യാസം നടക്കുന്നത്. അടുത്തത് ഇന്ത്യ UAEയുടെ നാവികാഭ്യാസം സയ്യിദ് തൽവാർ. ഓക്കെ, ഏതാണ്? ഇന്ത്യയും UAEയും. ഇവിടെ ഫ്രാൻസിനെ ഒഴിവാക്കിയിട്ട് ഇന്ത്യയും UAEയും മാത്രമായി അല്ലേ? അപ്പോൾ ഇന്ത്യയും UAEയുടെയും നാവികാഭ്യാസം സയ്യിദ് തൽവാറിന് വേദിയായത് എവിടെയാണ്? അത് ദുബായിലാണ്. ഓക്കെ, എവിടെയാണ്? ദുബായിലാണ് സയ്യിദ് തൽവാറിന് വേദിയായത്. ഇന്ത്യയുടെ INS വിശാഖപട്ടണം, INS ത്രികണ്ഠ് എന്നീ കപ്പലുകളാണ് ഈ ദുബായിൽ പോയിട്ട് പങ്കെടുത്തത്. ഏതൊക്കെയാണ്? INS വിശാഖപട്ടണം, INS ത്രികണ്ഠ് എന്നീ കപ്പലുകളാണ് നമ്മുടെ ഈ ഒരു ഇന്ത്യ UAE നാവികാഭ്യാസം. അതിനൊരു പേരുണ്ട്, എന്താണ്? സയ്യിദ് തൽവാർ. സയ്യിദ് തൽവാർ ദുബായിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. സയ്യിദ് തൽവാറിൽ ഏതൊക്കെ കപ്പലുകളുണ്ട് പങ്കെടുത്തത്? INS വിശാഖപട്ടണവും INS ത്രികണ്ഠും. ഓക്കെ, 2023 ഷഹീൻ സൈനികാഭ്യാസം. ഷഹീൻ എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കത് ഇന്ത്യയുടെ സൈനികാഭ്യാസമായിട്ട് തോന്നാം അല്ലേ? അങ്ങനെ തോന്നണ്ട. ഈ ഒരു ഷഹീൻ സൈനികാഭ്യാസം നടന്നത് മെയിനായിട്ട് ചൈനയും പാകിസ്ഥാനുമാണ്. ഓക്കെ, ഏതാണ്? 2023 ഷഹീൻ സൈനികാഭ്യാസം നടത്തിയത് ആരൊക്കെ തമ്മിലാണ്? ചൈനയും പാകിസ്ഥാനും. ഇനി വജ്രപ്രഹാർ സൈനികാഭ്യാസം. വജ്രപ്രഹാർ, ഓക്കെ, ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ വജ്രപ്രഹാർ, വലിയൊരു ശക്തിയുള്ള ഒരു പ്രഹാരം പോലെ അല്ലേ? അതുകൊണ്ട് അത് ആരൊക്കെ തമ്മിലാണ്? ഇന്ത്യയും US കൂടെ ഒരുമിച്ച് ചെയ്യുന്നതാണ്. ഈ വജ്രപ്രഹാർ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ആരൊക്കെ തമ്മിലാണ് വജ്രപ്രഹാർ സൈനികാഭ്യാസം നടത്തുന്നത്? ഈ ക്വസ്റ്റ്യൻ പലവട്ടം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വജ്രപ്രഹാർ സൈനികാഭ്യാസത്തിൻ്റെ വേദി എവിടെയാണ്? അത് ഉംറോയ് മേഘാലയയിലാണ്. ഓക്കെ, അപ്പോൾ വജ്രപ്രഹാർ എന്താണ്? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയും US തമ്മിലാണ് നമ്മുടെ ഈ വജ്രപ്രഹാർ സൈനികാഭ്യാസത്തിൻ്റെ വേദിയായിട്ട് നടക്കുന്നത്. വജ്രപ്രഹാർ പലവട്ടം PSC ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ നന്നായിട്ട് ഓർത്ത് വെച്ചിരിക്കുക. ഇനി 7ാമത്തെ കസിന്ദിൻ്റെ വേദി. ഓക്കെ, അത് ഒട്ടർ കസാക്കിസ്ഥാനാണ്. ഓക്കെ, ഒട്ടർ കസാക്കിസ്ഥാനാണ്. കസിന്ത് 2023 ഇന്ത്യയും കസാക്കിസ്ഥാനും കൂടെയാണ് നടന്നത്. കസിന്ത് എന്ന് പറഞ്ഞാൽ ആ ഒരു പേര് കേൾക്കുമ്പോൾ അറിയാമല്ലോ അല്ലേ? കസാക്കിസ്ഥാനും ഇന്ത്യയും കൂടെയുള്ള ഒരു സൈനികാഭ്യാസമാണ് കസിന്ത്. ഇത് കസാക്കിസ്ഥാനിലെ ഒട്ടർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് വെച്ചാണ് നടന്നത്. ഓക്കെ, അപ്പോൾ 2023 ഷഹീൻ സൈനികാഭ്യാസം നടന്നത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ്? അത് ഇന്ത്യയായിട്ട് ബന്ധമില്ല, പക്ഷേ ഇന്ത്യയുടെ സ്വന്തം 2 അയൽ രാജ്യങ്ങളാണ് അല്ലേ? ചൈനയും പാകിസ്ഥാനും കൂടെ നടത്തിയ ഒരു സൈനികാഭ്യാസമാണ് ഷഹീൻ സൈനികാഭ്യാസം. ഇനി വജ്രപ്രഹാർ സൈനികാഭ്യാസത്തിൻ്റെ വേദി ഏതാണ്? അത് ഉംറോയ് മേഘാലയ. ഇന്ത്യയും US തമ്മിലാണ് വജ്രപ്രഹാർ നടത്തിയത്. ഇതിനു മുമ്പ് വജ്രപ്രഹാറിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്, പഠിച്ചിരിക്കുക. അടുത്തത് 7ാമത് കസിന്ത്. ആ പേര് തന്നെ അറിയാം, കസാക്കിസ്ഥാൻ, ഇന്ത്യ. ഓക്കെ, ഈ ഒരു സൈനികാഭ്യാസം, കസിന്ത് സൈനികാഭ്യാസം നടത്തുന്ന ആരൊക്കെ തമ്മിലാണ്? കസാക്കിസ്ഥാൻ, ഇന്ത്യ. വേദി ഒട്ടർ കസാക്കിസ്ഥാൻ ആയിരുന്നു. ഓക്കെ, ഇനി ഇന്ത്യ മാലിദ്വീപ് സംയുക്ത സൈനികാഭ്യാസമാണ് എക്സ് എഗുവെറിൻ. ഓക്കെ, എക്സ് എഗുവെറിൻ. അതിൻ്റെ 12ാം പതിപ്പ് വേദിയാണ് ചെബൌട്ടിയ, ഉത്തരാഖണ്ഡ്. ഓക്കെ, എവിടെ വെച്ചാണ് ഇന്ത്യയും മാലദ്വീപ്സും തമ്മിലുള്ള സൈനികാഭ്യാസമായ എക്സ് എഗുവെറിൻ 12ാം പതിപ്പ് നടന്നത്? ചെബൌട്ടിയ, ഉത്തരാഖണ്ഡ്. ഓക്കെ, ചെബൌട്ടിയ, ഉത്തരാഖണ്ഡ്. മാലദ്വീപ്സും ഇന്ത്യയും തമ്മിൽ നമുക്കറിയാം കര അതിർത്തിയല്ല പങ്കിടുന്നത് അല്ലേ? സമുദ്ര അതിർത്തിയാണ്. പക്ഷേ എന്ന് വെച്ചിട്ട് സമുദ്രത്തിൽ വെച്ചിട്ടല്ല നടത്തിയത്. എവിടെ വെച്ചാണ് എക്സ് എഗുബെറിൻ നടത്തിയിരിക്കുന്നത്? ചെബൌട്ടിയ, ഉത്തരാഖണ്ഡാണ്. ഈ എഗുബെറിൻ എന്ന ഒരു വാക്കിൻ്റെ അർത്ഥം സുഹൃത്ത് എന്നാണ്. ഓക്കെ, എന്താണ്
എക്വറിൻ എന്ന ആ ഒരു വാക്കിൻ്റെ അർത്ഥം എന്താണ്? സുഹൃത്ത്. ഇന്ത്യ എപ്പോഴും മാൽദീവ്സിനെ, അതേപോലെ തന്നെ അടുത്തുള്ള അയൽ രാജ്യങ്ങളായ ശ്രീലങ്ക ആണെങ്കിലും മാൽദീവ്സ് ആണെങ്കിലും ഇല്ലേ, എല്ലാ രാജ്യങ്ങളെയും നേപ്പാൾ, ഭൂട്ടാൻ ഇങ്ങനെയുള്ള രാജ്യങ്ങളെല്ലാം പൊതുവെ സ്വന്തം സുഹൃത്തായിട്ടാണ് കരുതുന്നത് അല്ലേ. അപ്പോൾ അതാണ് ഈ എക്വറിൻ എന്ന് പറഞ്ഞ ആ ഒരു വാക്കിൻ്റെ മീനിങ് എന്താണ്? സുഹൃത്ത് എന്നാണ്. ഓക്കെ, എക്വറിൻ എന്ന വാക്കെന്താണ്? സുഹൃത്ത്. ഇന്ത്യൻ നേവിയും US നേവിയും കൂടെ, ഇന്ത്യൻ നേവിയും US നേവി എവിടെയാണ്? നേവിയാണ് നടത്തുന്നത്. അപ്പോൾ എവിടെ വെച്ചായിരിക്കും നടത്തിയിട്ടുണ്ടാവുക? അറബിക്കടൽ, കൊങ്കൺ 2023. ഓക്കെ, നമ്മൾ ഇതിനു മുമ്പ് വജ്രപ്രഹാർ പറഞ്ഞു അല്ലേ, അത് സൈനികാഭ്യാസമായിരുന്നു. ഇന്ത്യയും US തമ്മിൽ നടത്തിയ സൈനികാഭ്യാസമായിരുന്നു ഏത്? വജ്രപ്രഹാർ. എന്നാൽ നേവി, അതായത് സമുദ്രത്തിൽ വെച്ച് നടത്തുന്ന ആ ഒരു നേവൽ എക്സസൈസ് ആണ് ഏത്? കൊങ്കൺ 2023. കൊങ്കൺ 2023യും ചോദിച്ചിട്ടുണ്ട്. 2023 അല്ല, കൊങ്കൺ അഭ്യാസം ആര് തമ്മിൽ നടത്തുന്നതാണെന്ന് ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കൊങ്കൺ 2023 ആരൊക്കെ തമ്മിൽ നടന്നു? നമ്മുടെ ഇന്ത്യൻ നേവി, US നേവി. ഓക്കെ, റോയൽ നേവി എന്നാണ് അല്ലേ US നേവി അറിയപ്പെടുന്നത്. അപ്പോൾ കൊങ്കൺ 2023 ഇന്ത്യൻ നേവിയും US നേവിയും തമ്മിൽ നടന്നു. അത് എവിടെ വെച്ചാണ് നടന്നത്? അറബിക്കടലിൽ വെച്ചാണ്. എവിടെ വെച്ചാണ്? അറബിക്കടലിൽ വെച്ചാണ് നടന്നത്. ഇന്ത്യ മംഗോളിയ സംയുക്ത സൈനികാഭ്യാസത്തിൻ്റെ പേരെന്താണ്? നൊമാഡിക് എലിഫന്റ്. ചോദിച്ചിട്ടില്ലേടെ? ഇതും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ്, അല്ലെങ്കിൽ ഇന്ത്യയും മംഗോളിയയും സംയുക്തമായി നടത്തുന്ന സൈനികാഭ്യാസം പേരെന്താണ്? നൊമാഡിക് എലിഫന്റ്. ഓൾറെഡി ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഉറപ്പായിട്ട് ചോദിക്കാം. അതിൻ്റെ വെന്യൂവും കൂടെ പഠിച്ചു വെച്ചിരിക്കുക, ഉലാൻ ബാദർ. ഓക്കെ, നൊമാഡിക് എലിഫന്റ് ബംഗോളിയിലെ സ്ഥലങ്ങളുടെയൊക്കെ പേര് ഇങ്ങനെ എഴുതായിരിക്കും അല്ലേ, ഉലാൻ ബാദർ. ഓക്കെ, നമ്മുടെ നൊമാഡിക് എലിഫന്റിന്റെ പേരെന്താണ്? ഉലാൻ ആണെന്ന് വിചാരിച്ചിരിക്കുക. ഓക്കെ, അപ്പം നൊമാഡിക് എലിഫന്റ് നമ്മുടെ ഇന്ത്യ മംഗോളിയ സംയുക്തമായിട്ട് നടത്തുന്ന സൈനികാഭ്യാസമാണ്. അതിൻ്റെ വേദി എവിടെയാണ്? ഉലാൻ ബാദർ. അപ്പോൾ ഇന്ത്യയും മാലദ്വീപ്സിനെ വളരെ ബെസ്റ്റ് ഫ്രണ്ട് എന്നാണ് ഇന്ത്യ പറയുന്നത് അല്ലേ. അതുകൊണ്ട് ഇപ്പം എന്ത് പേര് കൊടുത്തു? എക്സ് എഗ്വറിൻ എന്ന് കൊടുത്തു. ആ എക്സ് എഗ്വറിൻ നടന്നത് എവിടെയാണ്? ചെബൌട്ടിയ, ഉത്തരാഖണ്ഡ്. ഈ എക്സ് എഗ്വറിൻ്റെ വാക്കിൻ്റെ മീനിങ് എന്താണ്? സുഹൃത്ത്. ഓക്കെ, എക്സ് എഗ്വറിൻ്റെ മീനിങ് എന്താണ്? സുഹൃത്ത്. ഓക്കെ, ഇന്ത്യൻ നേവിയും US നേവിയും കൂടെ നമ്മുടെ അറബിക്കടലിൽ ഒരു നേവൽ എക്സസൈസ് നടത്തിയിരുന്നു. അതിൻ്റെ പേരാണ് എന്ത്? കൊങ്കൺ 2023. ഏതാണ്? കൊങ്കൺ 2023. എന്നാൽ മംഗോളിയയും ഇന്ത്യയുമായിട്ട് നടത്തിയ സൈനികാഭ്യാസം ഏതാണ്? നൊമാഡിക് എലിഫന്റ്. ഏതാണ്? നൊമാഡിക് എലിഫന്റ്. എലിഫന്റിന്റെ പേരെന്താണ്? ഉലാൻ ബാദർ. ഉലാൻ ബാദർ. ഇനി 2023 ഒരു ബഹുരാഷ്ട്രമായ ബ്രൈറ്റ് സ്റ്റാറിന് വേദിയായത് എവിടെയാണ്? ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രൈറ്റ് സ്റ്റാറിന് വേദിയായത് കെയ്റോ, ഈജിപ്റ്റ്. സൈനികാഭ്യാസങ്ങൾ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രീവിയസ് ചോദിച്ചിട്ടുള്ളതും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് മെയിനായിട്ട് ഞാനിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പഠിച്ചിരിക്കാം. 2023 ബഹുരാഷ്ട്രമായ ബ്രൈറ്റ് സ്റ്റാർ. ഓക്കെ, അപ്പോൾ എന്താണ്? നമ്മുടെ ഈജിപ്തിൽ നല്ലൊരു ബ്രൈറ്റ് സ്റ്റാർ ഉണ്ടെന്നായിരിക്കും. അവിടെയൊക്കെ പിരമിഡിൻ്റെ മുകളിൽ നല്ല ബ്രൈറ്റ് ആയിട്ട് സ്റ്റാർസ് ഒക്കെ ഉണ്ടാവില്ലേ അല്ലേ? ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2023 ബഹുരാഷ്ട്ര ആ ഒരു എക്സസൈസാണ് ബ്രൈറ്റ് സ്റ്റാർ. ഓക്കെ, ബ്രൈറ്റ് സ്റ്റാറിന് വേദിയായത് എവിടെയാണ്? ഈജിപ്തിലെ കെയ്റോയിലാണ്. ഇനി ഇന്ത്യൻ മാലിദ്വീപ് നാവികസേനയുടെ നാവികാഭ്യാസം ഏതാണ്? ഏകത. ഇന്ത്യ മാലിദ്വീപ് സൈനികാഭ്യാസം എന്താണോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലേ, എക്സ് എഗ്വറിൻ. സൈനികാഭ്യാസം ഇന്ത്യ മാലദ്വീപ്സ് തമ്മിൽ നടന്നത് ഏതാണ്? എക്സ് എഗ്വറിൻ. എന്നാൽ ഇന്ത്യയുടെ മാലദ്വീപിൻ്റെ നാവികസേനാഭ്യാസത്തിൻ്റെ പേരെന്താണ്? ഏകത. ഓക്കെ, നമ്മുടെ ഏറ്റവും തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യമാണ് അല്ലേ, ശ്രീലങ്കയെ പോലെ തന്നെ നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു രാജ്യമാണ് ഏതടെ? മാലദ്വീപ്സ് അല്ലേ. അപ്പം മാലദ്വീപ്സ് നമ്മളുമായിട്ട് നല്ല ഏകതയാണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയും മാലദ്വീപ്സിൻ്റെ നാവികസേനയായിട്ട് നാവികാഭ്യാസം ഏതാണ്? ഏകത. ഓക്കെ, ഏകത. ഇത് നടന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാലദ്വീപ്സിൽ വെച്ചാണ് നടന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ മാലദ്വീപ്സിൻ്റെ നാവികസേനാഭ്യാസമായ ഏകത നടന്നത് എവിടെയാണ്? അത് മാലദ്വീപ്സിൽ വെച്ചാണ്. ഇനി നമ്മുടെ കിഴക്കൻ തീരത്ത്, അതായത് നമ്മുടെ ബംഗാൾ ഉൾക്കടലിൽ നാവികസേന നടത്തിയ ഒരു തീരദേശ സുരക്ഷാഭ്യാസം അതേതാണ്? അത് സാഗർ കവചാണ് കേട്ടോ. സാഗർ കവച്. എന്താണ്? സാഗർ കവചാണ് നമ്മുടെ കിഴക്കൻ തീരത്ത് നാവികസേന നടത്തിയ തീരദേശ സുരക്ഷാഭ്യാസം. വേറെ ഏതെങ്കിലും രാജ്യമായിട്ടാണോ? ഇല്ല, നമ്മുടെ തീരദേശം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ തീരദേശ സേന നടത്തിയ അഭ്യാസമാണ് ഇത് സാഗർ കവച്. ഇനി
അടുത്ത് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ. ഇന്ത്യ ഫ്രാൻസ് സംയുക്ത സൈനികാഭ്യാസം ഫ്രിജ്നെക്സ്, ഓക്കെ, 2023 വേദി എവിടെയാണ്? ഇതെന്തുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നു പറഞ്ഞത്? നമ്മുടെ കേരളത്തിലെ തിരുവനന്തപുരത്ത് വെച്ച് നടന്നൊരു സംഭവമാണ് അല്ലേ? നമ്മുടെ തലസ്ഥാന നഗരത്തിൽ കേരളത്തിൽ നടന്നതായതുകൊണ്ട് ചിലപ്പോൾ PSCക്ക് ഒരു ഇഷ്ടം തോന്നിയാലോ അല്ലേ? അപ്പോൾ ഇന്ത്യയും ഫ്രാൻസും സംയുക്തമായിട്ട് ഒരു സൈനികാഭ്യാസം നടത്തി, അതാണ് ഫ്രിജ്നെക്സ്. എന്താണ് ഫ്രിജ്നെക്സ്? അത് 2023 വേദി എവിടെയാണ്? അത് തിരുവനന്തപുരത്താണ്. ഓക്കെ, 2023 വേദി തിരുവനന്തപുരം. അടുത്തത്, ഇന്ത്യയും സിംഗപ്പൂരും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസമായ ബോൾഡ് കുരുക്ഷേത്രം. ആരൊക്കെ തമ്മിലാണ്? ഇന്ത്യയും സിംഗപ്പൂരും. നമുക്കറിയാം ഇന്ത്യയുമായിട്ട് നല്ലൊരു റിലേഷൻ കീപ്പ് ചെയ്യുന്ന ഒരു രാജ്യം തന്നെയാണ് അല്ലേ സിംഗപ്പൂർ. അപ്പോൾ ഇന്ത്യയും സിംഗപ്പൂരും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസമായ ബോൾഡ് കുരുക്ഷേത്രയുടെ 13ാം പതിപ്പ് എവിടെയാണ്? അത് വന്നിരിക്കുന്നത് ജോധ്പൂരിലാണ്. അപ്പോൾ ഇന്ത്യയും സിംഗപ്പൂരും തമ്മിലുള്ള ആ ഒരു സൈനികാഭ്യാസമാണ് എന്ത്? ബോൾഡ് കുരുക്ഷേത്ര. ബോൾഡ് കുരുക്ഷേത്ര നടന്നത് നമ്മുടെ രാജസ്ഥാനിലെ ജോധ്പൂരിലാണ്. ഇനി ഇന്ത്യ വിയറ്റ്നാമിന് നൽകിയ ഒരു മിസൈൽ കോർവെറ്റ് ഉണ്ട്, ഒരു ചെറിയ മിസൈൽ കപ്പൽ, ഓക്കെ, വിയറ്റ്നാമിന് നൽകിയിരുന്നു. ഓക്കെ, അതിൻ്റെ പേരാണ് INS കിർപ്പാൻ. എന്താണ്? INS കിർപ്പാൻ. ഇന്ത്യ ആർക്കാണ് നൽകിയത്? ഇന്ത്യ വിയറ്റ്നാമിന് നൽകിയ. ഓക്കെ, വിയറ്റ്നാമുമായിട്ട് ഇന്ത്യ ഇപ്പോൾ വളരെയധികം സൈനികരുമായിട്ട് സഹകരിക്കുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. അപ്പോൾ ഇന്ത്യ വിയറ്റ്നാമിന് നൽകിയ ആ ഒരു മിസൈലാണ് നമ്മുടെ INS കിർപ്പാൻ. ഇനി ഇന്ത്യൻ നേവി ആതിഥേയത്വം വഹിച്ച ഇന്ത്യയിലെ ഏറ്റവും വലിയ നേവൽ എക്സസൈസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എക്സ് മിലാൻ ആണ്. ഓക്കെ, എക്സ് മിലാൻ. ഇന്ത്യൻ നേവി ആതിഥേയത്വം വഹിച്ച ഇന്ത്യയിലെ ഏറ്റവും വലിയ നേവൽ എക്സസൈസ് ആണ് ഏത്? എക്സ് മിലാൻ. മറ്റ് പല രാജ്യങ്ങളും പങ്കെടുത്തിട്ടുണ്ട് അതിൽ, അതിൻ്റെ നേവൽ എക്സസൈസ് ആയിട്ട് നടക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ നേവി ആതിഥേയം വെച്ച ഏറ്റവും വലിയ നേവൽ എക്സസൈസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? എക്സ് മിലാൻ. അപ്പോൾ ഇന്ത്യയും സിംഗപ്പൂരും ചേർന്നുള്ളത് ഏതാണ്? ബോൾഡ് കുരുക്ഷേത്ര. ആരാണ്? ഇന്ത്യയും സിംഗപ്പൂരും. ബോൾഡ് കുരുക്ഷേത്ര. ഇപ്പോൾ പണ്ടത്തെ പുരം എന്നൊക്കെ പറയുന്നത് നമ്മുടെ പുരാണങ്ങളിലായിരുന്നു അല്ലേ, സിംഗപ്പൂർ. അപ്പോൾ ഇന്ത്യയും സിംഗപ്പൂർ ആ പുരാണങ്ങളുമായിട്ട് വന്നതുകൊണ്ടാണ് അവിടെ കുരുക്ഷേത്ര എന്ന് ഓർത്ത് വയ്ക്കാം അല്ലേ. അപ്പോൾ ഇന്ത്യയും സിംഗപ്പൂരും തമ്മിലുള്ള സൈനികാഭ്യാസം ഏതാണ്? കുരുക്ഷേത്ര, ബോൾഡ് കുരുക്ഷേത്ര. ഈ ബോൾഡ് കുരുക്ഷേത്രയുടെ 13ാം പതിപ്പ് നടന്നത് എവിടെയാണ്? നമുക്കറിയാം ഇപ്പോൾ രാജ്പൂത്സ് ഒക്കെ മെയിനായിട്ട് എവിടെയുള്ളത്? നമ്മുടെ രാജസ്ഥാനിലാണ് അല്ലേ. രാജസ്ഥാനിലെ ജോധ്പൂരിലാണ് ഈ കുരുക്ഷേത്ര, ബോൾഡ് കുരുക്ഷേത്ര നടന്നത് ഓർക്കാം. എന്നാൽ നമ്മൾ വിയറ്റ്നാമിന് നൽകിയ, ഇന്ത്യ വിയറ്റ്നാമിന് നൽകിയ ആ ഒരു മിസൈൽ കോർവെറ്റ് ഏതാണ്? INS കിർപ്പാൻ. അതുപോലെ തന്നെ ഇന്ത്യൻ നേവി ആതിഥേയത്വം വഹിച്ച ഇന്ത്യയിലെ ഏറ്റവും വലിയ നേവൽ എക്സസൈസ് ഏതാണ്? അത് എക്സ് മിലാനാണ്. എക്സ് മിലാനാണ്. ഇനി 2023 വരുണ 23 നടന്നു അല്ലേ. വരുണ 23. വരുണ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? വരുണ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഇന്ത്യൻ മിത്തോളജി പ്രകാരം ആരാണ് വരുണ? വരുണദേവൻ എന്നൊക്കെ പറയുന്നത് നമ്മുടെ സമുദ്രം അല്ലെങ്കിൽ ജലമാണ് അല്ലേ. അപ്പോൾ സമുദ്രത്തിൽ നടക്കുന്നതാണ്. ഇപ്പോൾ ഗരുഡൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപ്പോൾ ആലോചിക്കണം എയർഫോഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത്. അപ്പോൾ പേരൊക്കെ വെച്ചിട്ട് നമ്മളൊന്ന് പിടിക്കണം, അത് നേവൽ എക്സസൈസ് ആണോ അതല്ലെങ്കിൽ എയർഫോഴ്സിൻ്റെ ആണോ ഇല്ലേ. അപ്പോൾ അതെല്ലാം ജസ്റ്റ് ഒന്ന് പഠിച്ചിരിക്കുക. അപ്പോൾ 2023 വരുണ 23 നടന്നത് ആരൊക്കെ തമ്മിലാണ്? ഇന്ത്യ ഫ്രാൻസ്. നമ്മുടെ ഇന്ത്യയും US തമ്മിൽ നടന്ന വജ്രപ്രഹാർ പോലെ സ്ഥിരം ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ് വരുണ. ഓക്കെ, വരുണ എപ്പോഴും നടക്കുന്ന ആരൊക്കെ തമ്മിലാണ്? ഇന്ത്യയും ഫ്രാൻസും തമ്മിലാണ്. അത് നടക്കുന്നത് എവിടെയാണ്? അറബിക്കടൽ. ഓക്കെ, 2023 വരുണ 23 നടന്നത് എവിടെയൊക്കെ ആരൊക്കെ തമ്മിലാണ്? ഇന്ത്യയും ഫ്രാൻസും തമ്മിലാണ്. അത് നടന്നത് അറബിക്കടലിലാണ്. ഇനി ഇന്ത്യയും ഇന്തോനേഷ്യയും സംയുക്തമായിട്ട് ആരൊക്കെയാണ്? ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിൽ സംയുക്തമായിട്ടൊരു സൈനികാഭ്യാസം നടന്നു. അതേതാണ്? ഗരുഡശക്തി. ഓക്കെ, ഗരുഡശക്തി. ഈ ഗരുഡശക്തിയുടെ 8ാം പതിപ്പ് അല്ലെങ്കിൽ 2023 നടന്നത് എവിടെ വെച്ചാണ്? കരവാങ്, ഇന്തോനേഷ്യ. ഓക്കെ, അതൊരു എയർഫോഴ്സിൻ്റെ എക്സസൈസ് ആയിരുന്നെങ്കിലും ഗരുഡശക്തി, ഗരുഡൻ പറക്കുന്ന ആളല്ലേടെ. അപ്പോൾ ഗരുഡശക്തി എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു എയർഫോഴ്സിൻ്റെ സൈനികാഭ്യാസം തന്നെയായിരിക്കും. അപ്പോൾ അത് ആരൊക്കെ തമ്മിൽ നടന്നത്? ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിൽ. ഓക്കെ, അത് ആകാശത്ത് വെച്ചാണെങ്കിലും ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ളത് എവിടെയാണ് നടന്നത്? കരവാങ്, കരയിൽ വെച്ചാണ് നടന്നത് അല്ലേ. ഗരുഡശക്തി, ഗരുഡൻ പറന്ന് കരയിലാണ് പക്ഷേ എക്സസൈസ് നടത്തിയെന്ന് ഓർക്കുക. ഓക്കെ, അപ്പോൾ ഇന്ത്യയും ഇന്തോനേഷ്യയും നോക്കൂ, ഇത് രണ്ടും
പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, വരുണ എക്സസൈസ് ആര് തമ്മിൽ നടക്കുന്നത് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗരുഡ ശക്തി ആരൊക്കെ തമ്മിൽ നടക്കുന്നത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ത്യ ഇന്തോനേഷ്യ തമ്മിൽ നടക്കുന്ന ആ ഒരു സംയുക്ത സൈനികാഭ്യാസമാണ് ഏത്? നമ്മുടെ ഗരുഡ ശക്തിയുടെ 8ാം പതിപ്പ് നടന്നത് എവിടെയാണ്? ഇന്തോനേഷ്യയിലെ കരവാങ്. ഇന്ത്യയും ജപ്പാനും സംയുക്തമായി നടത്തുന്ന വ്യോമാഭ്യാസമാണ് വീർ ഗാർഡിയൻ. എഗെയിൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ. വീർ ഗാർഡിയൻ ആര് തമ്മിൽ നടത്തുന്നത്? നമുക്കറിയാം ഇന്ത്യയുടെ ഉറ്റ സുഹൃത്ത് രാജ്യങ്ങളിലൊന്നാണ് അല്ലേ. അപ്പോൾ വീരമായിട്ട് ഗാർഡ് ചെയ്യാൻ ആര് വരും? ജപ്പാൻ വരും. ഇന്ത്യക്ക് ഒരു പ്രശ്നം വന്നു, അതുപോലെ ജപ്പാനെ ഗാർഡ് ചെയ്യാൻ ആര് പോകും? ഓർത്ത് വയ്ക്കാനാണ് കേട്ടോ. അപ്പോൾ ആരാണ്? വീർ ഗാർഡിയൻ. ഇന്ത്യയും ജപ്പാനും വളരെ തിക് ഫ്രണ്ട്സ് ആണ്. സോ വീരമായിട്ട് ഗാർഡ് ചെയ്യാൻ ആര് വരുന്നുണ്ട്? ജപ്പാൻ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ജപ്പാനും ഇന്ത്യയുമായിട്ട് നടത്തിയ സംയുക്ത സൈനികാഭ്യാസമാണ് ഏത്? വീർ ഗാർഡിയൻ. അടുത്തത് സിംബെക്സ് 2022. ഓക്കെ, സിംബെക്സ് 2022 ഇന്ത്യയും സിംഗപ്പൂരും തമ്മിലാണ് നടന്നത്. ഓക്കെ, വേദി എവിടെയാണ്? വേദി വിശാഖപട്ടണത്താണ്. ഓക്കെ, അപ്പോൾ സിംബെക്സ് 2022 നടന്നത് എവിടെയാണ്? വിശാഖപട്ടണത്തിലാണ്. ഇന്ത്യയും സിംഗപ്പൂരും തമ്മിൽ നടക്കുന്നതാണ് സിംബെക്സ്. ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സിംബെക്സ് 2022 ഇന്ത്യയും സിംഗപ്പൂരും തമ്മിലാണ് നടന്നത്. എവിടെ വെച്ച് നടന്നു? വിശാഖപട്ടണത്ത്. അടുത്തത് ഇന്ത്യൻ എയർഫോഴ്സും ഫ്രഞ്ച് എയർഫോഴ്സും തമ്മിൽ നടക്കുന്ന വ്യോമാഭ്യാസമാണ് ഗരുഡ 7. ഗരുഡ ശക്തി ആരൊക്കെ തമ്മിലായിരുന്നു? ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിൽ നടന്ന ആ ഒരു സൈനികാഭ്യാസമായിരുന്നു ഗരുഡ ശക്തി. എന്നാൽ ഇന്ത്യയും ഫ്രഞ്ച് എയർഫോഴ്സ് വ്യോമാഭ്യാസം ഫ്രഞ്ച് എയർഫോഴ്സ് വ്യോമാഭ്യാസവും തമ്മിൽ നടക്കുന്ന ഏതാണ്? ഗരുഡ 8. ഓക്കെ, അത് ജോധ്പൂർ രാജസ്ഥാനിൽ തന്നെയാണ്. നോക്കിയേ, ഗരുഡ ശക്തി എവിടെ വെച്ചാണ് നടന്നത്? സൈനികാഭ്യാസമായ ഗരുഡ ശക്തി എവിടെ നടന്നു? കരവാങ് ഇന്തോനേഷ്യയിലാണ് നടന്നത്. മാറിപ്പോവരുത്. ഇന്ത്യയും നമ്മുടെ ഇന്തോനേഷ്യയും തമ്മിലുള്ള ഗരുഡ ശക്തി 2 ഉണ്ട്. ഇന്തോനേഷ്യ എന്ന് പറഞ്ഞാൽ കുറച്ച് വലുതല്ലേ, ഇന്ത്യ ഫ്രാൻസ് പോലെ ചെറിയതല്ലല്ലോ. അപ്പോൾ ഗരുഡ ശക്തി അത് നടന്നത് എവിടെയാണ്? നമ്മുടെ കരവാങ് ഇന്തോനേഷ്യയിലാണ്. എന്നാൽ ഗരുഡ 8 നടന്നത് എവിടെയാണ്? ഇന്ത്യൻ എയർഫോഴ്സും ഫ്രഞ്ച് എയർഫോഴ്സും തമ്മിലുള്ള വ്യോമാഭ്യാസമായിരുന്നു. അത് നടന്നത് ജോധ്പൂർ രാജസ്ഥാനിൽ വെച്ച് മറ്റെന്തോ നടന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്താണ്? ഇന്ത്യയും സിംഗപ്പൂരും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസമായ ഗോൾഡ് കുരുക്ഷേത്രയുടെ 13ാം പതിപ്പ് അതെവിടെ വെച്ചാണ് നടന്നത്? ജോധ്പൂർ അല്ലേ, രാജസ്ഥാനിലെ ജോധ്പൂരിൽ വെച്ചാണ് നമ്മുടെ ബോൾഡ് കുരുക്ഷേത്ര ഇന്ത്യയും സിംഗപ്പൂരും തമ്മിലുള്ള. അപ്പോൾ ജോധ്പൂർ വെറുതെ ഇരിക്കുകയല്ല, ജോധ്പൂർ ഒരു നല്ല സ്ഥലമാണെന്ന് വിചാരിച്ചിട്ട് ആരും കൂടെ വന്നടേ? ഗരുഡ 7. ഓക്കെ, ഗരുഡ 7 ഇന്ത്യൻ എയർഫോഴ്സ് ഫ്രഞ്ച് എയർഫോഴ്സ് തമ്മിലുള്ള വ്യോമാഭ്യാസമായ ഗരുഡ 7 എവിടെ വെച്ച് നടത്തി? ജോധ്പൂർ രാജസ്ഥാൻ. അപ്പോൾ 2023 2 സംഭവങ്ങൾ നടന്നു അല്ലേ ജോധ്പൂർ രാജസ്ഥാൻ. എന്തൊക്കെ നടന്നു? ഒന്ന്, നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സും ഫ്രഞ്ച് എയർഫോഴ്സും തമ്മിലുള്ള വ്യോമാഭ്യാസം ഗരുഡ 7 നടന്നു അല്ലേ. അതേപോലെ തന്നെ ഇന്ത്യയും സിംഗപ്പൂരും തമ്മിലുള്ള ബോൾഡ് കുരുക്ഷേത്ര നടന്നത്, സൈനികാഭ്യാസം നടന്ന എവിടെയാണ്? അതും ജോധ്പൂർ രാജസ്ഥാനിലാണ്. എന്നാൽ ഗരുഡ 7 നമ്മുടെ അല്ലെങ്കിൽ ഗരുഡ എന്നുള്ള ഒരു സൈനികാഭ്യാസം അല്ലെങ്കിൽ വ്യോമാഭ്യാസം ആര് തമ്മിലാണ്? ഇന്ത്യയും ഫ്രാൻസും തമ്മിലാണ്. ഗരുഡ ശക്തി ആര് തമ്മിലാണ്? അത് ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലാണ്. മാറിപ്പോകരുത്. അടുത്തത് ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള സൈനികാഭ്യാസമാണ് സൂര്യകിരൺ. കണ്ടിട്ടുണ്ടാവും അല്ലേ PSC? നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കിയാൽ കാണപ്പെടുന്ന ഒരു പേരാണ് സൂര്യകിരൺ. ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ത്യയും നേപ്പാളും തമ്മിൽ നടത്തുന്ന ഒരു സൈനികാഭ്യാസമാണ് സൂര്യകിരൺ. 17ാമത്തെ സൂര്യകിരൺ ആണ് നടക്കുന്നത്. ഓക്കെ, എവിടെയാണ് വേദി? ഉത്തരാഖണ്ഡിലെ പിത്തോർഗഡിൽ വെച്ചാണ് നമ്മുടെ സൂര്യകിരൺ നടന്നത്. അപ്പോൾ ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള സൈനികാഭ്യാസം ഏതാണ്? സൂര്യകിരൺ ആണ്. സൂര്യകിരൺ നടന്നത് പിത്തോർഗഡ്, ഉത്തരാഖണ്ഡ്. സിംബെക്സ് ആരൊക്കെ തമ്മിൽ നടന്നു? ഇന്ത്യയും സിംഗപ്പൂരും. ഓക്കെ, ഇന്ത്യയും സിംഗപ്പൂരും തമ്മിലുള്ളായിരുന്നു വേദി വിശാഖപട്ടണം. എന്നാൽ ഇന്ത്യയും സിംഗപ്പൂരും തമ്മിലൊരു സംയുക്ത സൈനികാഭ്യാസം നടന്നിട്ടുണ്ട്, ബോൾഡ് കുരുക്ഷേത്ര. അത് ജോധ്പൂർ രാജസ്ഥാനിൽ നടന്നു. അതുപോലെ ഇന്ത്യയും സിംഗപ്പൂരും തമ്മിൽ നടന്ന ആ ഒരു സിംബെക്സ് 2022 നടന്നത് എവിടെയാണ്? അത് വിശാഖപട്ടണത്താണ്. ഓക്കെ, ഇന്ത്യൻ എയർഫോഴ്സും ഫ്രഞ്ച് എയർഫോഴ്സും തമ്മിലുള്ള വ്യോമാഭ്യാസം ഗരുഡ 7 നടന്നത് ജോധ്പൂർ രാജസ്ഥാനിലാണ്. ഈ ഒരു ഫ്രഞ്ച് എയർഫോഴ്സിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഒരു വ്യോമാഭ്യാസമാണ് ഇവിടെ നടന്നത് ജോധ്പൂർ രാജസ്ഥാനിൽ. എന്നാൽ ഗരുഡ ശക്തി നടക്കുന്ന ആരൊക്കെ തമ്മിലായിരുന്നു? അത് നമ്മുടെ ഇന്ത്യയും ഇന്തോനേഷ്യയും. കരവാങ് ഇന്തോനേഷ്യ ആയിരുന്നു അവിടെ വേദി. ഓക്കെ, കരവാങ് ഇന്തോനേഷ്യ. അടുത്തത്
ഇന്ത്യയും നേപ്പാളും തമ്മിൽ നടത്തുന്ന സൈനികാഭ്യാസമാണ് സൂര്യകിരൺ. അത് 17ാം പതിപ്പാണ് ഇപ്പോൾ നടന്നത്. അത് എവിടെയാണുള്ളത്? എവിടെ വെച്ച് നടന്നു? പിത്തോർഗഡ്, ഉത്തരാഖണ്ഡ്. അടുത്തത് കോബ്ര വാരിയർ 2023. കുറേ രാജ്യങ്ങളുണ്ട് കേട്ടോ. ബ്രിട്ടൻ, ഇന്ത്യ, ഫിൻലൻഡ്, സ്വീഡൻ, USA, സിംഗപ്പൂർ, ദക്ഷിണാഫ്രിക്ക. ഓക്കെ, അപ്പോൾ ബ്രിട്ടൻ ഉണ്ട്, USA ഉണ്ട്, സിംഗപ്പൂർ ഉണ്ട്, ദക്ഷിണാഫ്രിക്ക ഉണ്ട്, ഫിൻലൻഡ് ഉണ്ട്, സ്വീഡൻ ഉണ്ട്, ഓക്കെ, ഇന്ത്യ ഉണ്ട്. ഓക്കെ, ബ്രിട്ടനും USA ഒക്കെ എപ്പോഴും ഒരുമിച്ച് വരുന്ന ഒരു വലിയ കാര്യമല്ല അല്ലേ? സിംഗപ്പൂരും ഇന്ത്യയും ഫിൻലൻഡും സ്വീഡനും ദക്ഷിണാഫ്രിക്കയും, ഇത്രയും രാജ്യങ്ങളാണ് കോബ്ര വാരിയർ 2023. ഓക്കെ, വേദി വന്നിരിക്കുന്നത് ബ്രിട്ടൻ തന്നെയാണ് കേട്ടോ. ഓക്കെ, കോബ്ര വാരിയർ 2023 വേദി എവിടെയാണ്? ബ്രിട്ടൻ ആണ്. ആരൊക്കെ പങ്കെടുക്കുന്നുണ്ട്? ബ്രിട്ടൻ ഉണ്ട്, ഇന്ത്യ ഉണ്ട്, US ഉണ്ട്, ഫിൻലാൻഡ് ഉണ്ട്, സിംഗപ്പൂർ ഉണ്ട്, ദക്ഷിണാഫ്രിക്ക ഉണ്ട്. ഓക്കെ, ഇനി ഇന്ത്യയും ഈജിപ്തും തമ്മിൽ നടത്തുന്ന, ചോദിച്ചിട്ടില്ലേ? ഓക്കെ, ഇന്ത്യയും ഈജിപ്തും തമ്മിൽ നടത്തുന്ന ആ ഒരു സൈനികാഭ്യാസത്തിൻ്റെ പേരെന്താണ്? സൈക്ലോൺ 2023. ഇന്ത്യയും ഈജിപ്തും തമ്മിൽ നടത്തുന്ന ആ ഒരു സൈനികാഭ്യാസത്തിൻ്റെ പേരെന്താണ്? സൈക്ലോൺ 2023. ഈ ഒരു സൈനികാഭ്യാസം അല്ലാതെ ഈജിപ്തിലെ കെയ്റോയിൽ നടന്ന മറ്റൊരു സൈനികാഭ്യാസമായിരുന്നു നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു അല്ലേ? ബ്രൈറ്റ് സ്റ്റാർ എന്ന് പറഞ്ഞൊരു സൈനികാഭ്യാസവും നമ്മുടെ ഈജിപ്റ്റ് കെയ്റോയിൽ നടന്നിരുന്നു. ഇന്ത്യയും ഈജിപ്തും തമ്മിലുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ സൈക്ലോൺ 2023. ഇനി ഇന്ത്യൻ ആർമിയും ഇന്ത്യൻ എയർഫോഴ്സും തമ്മിൽ നടത്തുന്ന വായുപ്രവ ശത്രുനാശ് നടത്തുന്നത്, ഇന്ത്യൻ ആർമിയും ഇന്ത്യൻ എയർഫോഴ്സും കൂടെ ഒരുമിച്ച് ഒരു സൈനികാഭ്യാസം നടത്തുന്നുണ്ട്. അതാണ് എന്ത്? വായുപ്രവഹും ശത്രുനാശും. ഇത് രണ്ടും നടത്തുന്നത് താർ മരുഭൂമിയിൽ വെച്ചാണ്. ഓക്കെ, നമുക്കറിയാം ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ കോർഡിനേഷൻ, അതായത് ഇന്ത്യൻ ആർമിയായിട്ടും ഇന്ത്യൻ എയർഫോഴ്സുമായിട്ടും നേവി കമാൻഡ്സുമായിട്ടും എല്ലാം നല്ല കോർഡിനേഷൻ വേണം അല്ലേ? അപ്പോൾ ഈ ഒരു ആർമി ഡിഫൻസ് സെക്ടറിൽ രണ്ടും കൂടെ അല്ലെങ്കിൽ രണ്ട് ഡിഫൻസ് സേനകളും ഒരുമിച്ച് ഒരു യുദ്ധാഭ്യാസം നടത്താറുണ്ട്. അതാണ് എയർഫോഴ്സ് വായുപ്രവഹും ശത്രുനാശും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ഡിഫൻസ് സെക്ടറിലുള്ള സൈനികാഭ്യാസങ്ങളും വ്യോമാഭ്യാസങ്ങളും നാവികാഭ്യാസങ്ങളുമാണ് നമ്മൾ 2023 പഠിച്ചത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉറപ്പായാലും വരും എന്നുള്ള മറ്റൊരു ടോപ്പിക്കിൻ്റെ ഒരു ബ്രീഫ് ഡിസ്കഷൻ എടുക്കാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് കാണുന്നവരെ ബൈ.